ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി മീന് കറി വെക്കുന്നത്, അതാണ് രാവിലത്തെ പ്രോഗ്രാം. രാവിലെ അല്ല, ഇപ്പോൾ സമയം 12:30 ആയി. അപ്പോൾ അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില. ഓക്കെ, അതിപ്പോൾ നമ്മൾ നേരെ ചട്ടിലോട്ട് ഇടുകയാണ്. അല്ല, ഒന്നാന്തരം മൺചട്ടിയാണ്. അപ്പം ഇത് എന്ത് കൂട്ടാനാ വെക്കുന്നേ? വജ്രം മീൻ അല്ലേ? അപ്പൊ നാട്ടില് ഇവിടെ വജ്രം എന്ന് പറയും, കർണാടകയില്. കേരളത്തിൽ പൂമീൻ എന്ന് പറയും. മീൻ, പൂമീൻ എന്നൊക്കെ പറയും. ആ മീനാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പൊ അത് നല്ല വറുത്തോണ്ടിരിക്കുക. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇതാണ് മീന്. ഇത് വന്നിട്ട് ഫ്രൈ ചെയ്യാൻ, ഫ്രൈ അതൊക്കെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് അത് പിന്നെ ചെയ്യും. നമ്മൾ കറിയുടെ മസാലയ്ക്കാണ് കൂട്ടുന്നത്. ഇച്ചിരി ബ്രൗൺ കളർ നോക്കാം. മൂത്തിട്ടില്ല, സ്റ്റില് അടുപ്പിൽ തന്നെ ഇരിക്കുകയാണ്. അതങ്ങനെ തിളയ്ക്കുക, എണ്ണയൊക്കെ തിളയ്ക്കുക. അപ്പം ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്രൗണിഷ് വരണം. ആ സവാളയൊക്കെ ബ്രൗൺ ആവണം. അങ്ങനെയാണോ? അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ? സവാള, വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി. അപ്പം ഇത്രയിട്ട് ഏകദേശം ആയിക്കൊണ്ടുവരികയാണ്. ഏകദേശം. അപ്പം അടുത്ത പരിപാടി കറി. അപ്പം അതിനോട് മഞ്ഞപ്പൊടി ഇട്ടു. അപ്പോൾ സവാള ഇട്ടിരുന്നു, വെളുത്തുള്ളി ഇട്ടിരുന്നു, കരിവേപ്പില ഇട്ട്, ഇഞ്ചി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലിപ്പൊടി ഇട്ടു. 2-2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് നമ്മളൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. എരിവുള്ളവർക്ക് അത് എരിവില്ല, നല്ല കളർ കിട്ടും. അടുത്തത് മല്ലിപ്പൊടി, നല്ലൊരു ടീസ്പൂൺ. ഇത്ര ഇട്ടിട്ട് അത് ഇളക്കുക. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മണം മാറണം. അതിന് മണം മാറി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ്. അടുത്തത് കുരുമുളക് പൊടി, പെപ്പർ പൊടി ഇട്ടു. അപ്പോൾ അത് നല്ലപോലെ ഇളക്കുവാണ്. പെപ്പർ പൊടി ഇളക്കുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിനെ ഇളക്കുന്നു. ഓക്കെ, അതിൽ ശകല ഉലുവപ്പൊടി ഇട്ടു. അപ്പം ഏകദേശം നമ്മുടെ മസാലകളെല്ലാം ഏകദേശം ഇട്ടു. അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉപ്പിടുകയാണ്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അത് പിന്നെ നമുക്ക് ബാലൻസ് നോക്കാം. ഉപ്പിട്ടു. ഓക്കെ, വെൽ ഡൺ. അപ്പോൾ നമ്മൾ കുടംപുളി, അതായത് വടക്കംപുളി, ഒരു 2-3 പീസ് കീറി ഇടുക. 2-3 പീസ് കീറി ഇടുക. എന്നിട്ട് ഇളക്കുക.
ഓക്കെ. അപ്പോൾ അതിലൂടെ some വാട്ടർ. വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ഒഴിച്ചു. അപ്പൊ മസാല നല്ല കളർഫുള്ളായി, കണ്ടോ? ലുക്ക് നൈസ്. വെള്ളം ഒഴിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിക്കണം. തിളയ്ക്കുമ്പോൾ ഇതിലൂടെ നമ്മൾ ബാക്കിയുള്ള ഇത് ചെയ്യും. അപ്പം ഞാൻ ക്ലോസ് ചെയ്യണം. ഐസ്. അപ്പം നമ്മുടെ ഇത് ഉണ്ടല്ലോ, മസാല എല്ലാം തിളച്ച് നല്ല തിളച്ച് വന്നു കേട്ടോ. ഇപ്പം അതിലോട്ട് നമ്മൾ ഈ നെമ്മീൻ ഇടുകയാണ്. പീസ് പീസ കട്ട് ചെയ്ത് അവർ മാർക്കറ്റിലെ അവർ കട്ട് ചെയ്ത് തന്നു. അവിടെ കൊണ്ട് നമ്മൾ നല്ലതായിട്ട് പ്രോപ്പർ വാഷ് ചെയ്ത് ശരിയാക്കി വെച്ചിരുന്നത്. ഇപ്പം അതിലോട്ട് ഇടുകയാണ്. മുളക് കറിയാണ്. മുളക് കറി, ചെമ്മീൻ മുളക് കറി അല്ലേ? അതാ നെമ്മീൻ. നെമ്മീൻ മുളക് കറി. നെമ്മീൻ എന്നും പറയാം, കൂമീൻ എന്നും പറയാം. ഞങ്ങളുടെ ഇവിടെ കർണാടകയിൽ വജ്രം എന്ന് പറയും. വജ്രം. അങ്ങനെ വ്യത്യാസമുണ്ടോ ഓരോ നാട്ടിൽ? ഇനി വീണ്ടും തിളയ്ക്കണോ? അപ്പോ തിളക്കട്ടെ. അപ്പൊ നമ്മുടെ മുള വരച്ച കൂമീൻ കറി ഏകദേശം തിളച്ചു. കണ്ട വെട്ടി തിളയ്ക്കുന്ന. ഇപ്പൊ കരിവേപ്പില ആഡ് ചെയ്തു. 2 ഇതള് കരിവേപ്പില ഇട്ടു. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, എന്നാലും ഞാൻ പറയാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഉണ്ടോ? പച്ച വെളിച്ചെണ്ണ ചൂട് ഒഴിക്കും. മതി. പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു. നല്ല കൊതിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും അത് ക്ലോസ് ചെയ്യുക. അങ്ങനെ വേവട്ടെ. അപ്പൊ നല്ല തിളച്ചു കേട്ടോ. നല്ല തിളച്ചു. അപ്പം ഇവിടെ കുമീൻ കറി നല്ല തിളച്ച് പാകമായി പോന്നു. എണ്ണയൊക്കെ ഒഴിച്ചു എല്ലാം. അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഷിനെ അങ്ങ് ഫ്രൈ ചെയ്യാൻ പോവുക. അതിലേക്ക് നമ്മൾ ഒരു തവ എടുത്തു. വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒഴിക്കുകയാണ്. ഒഴിച്ചു. ആവശ്യത്തിന് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അപ്പം ആ എണ്ണ ഇനി തിളയ്ക്കണം. എണ്ണ തിളയ്ക്കണം. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. ഏകദേശം റെഡിയായി. അപ്പൊ ഞാനേതേ ഇതൊക്കെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് ഞാൻ നോക്കാൻ പോവാ. നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ്. അപ്പൊ ഞാൻ അത് നോക്കുക. വാവ്, നല്ല ഉണ്ട്. നല്ല എരിയും പുളിയും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. അടിപൊളി. 1-ാം തരം കൂമീൻ കറി എന്ന് പറഞ്ഞാൽ 1-ാം തരം. അപ്പൊ നമ്മുടെ എണ്ണ ഏകദേശം തിളച്ചു. അപ്പൊ നമ്മുടെ പീസുകൾ ഇടുവാണ്. 2 മസാലയൊക്കെ ചെയ്ത് വെച്ചാണ്. 3, 4, 5, 6, ഒന്നോട്ടിട്ട് 7, 7, 8,
3, 6, 8, 9, 10, 11, 12 പീസുണ്ട് ടോട്ടൽ. ഓക്കെ. അപ്പം അത് എണ്ണയിൽ ഇങ്ങനെ റെഡിയാവുകയാണ്. കൂമീൻ കറി അടിപൊളിയാണ് ഗൈസ്, നല്ല ടേസ്റ്റാണ്. അല്ല അവിടെ കമ്പിളിയുടെയും മസാലയുടെയും ഇതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്. പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു, അതിന്റെ മണം വേറെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം കേട്ടോ. കേട്ടോ, ഇതാണ് ഫൈനൽ കാണിക്കുന്നത് ഈ കൂമീൻ കറി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പറയാൻ ഒന്നുമില്ല അല്ലേ? എന്നാ പറഞ്ഞോളൂ. അപ്പൊ ഞാന് ഇതിനെ അടയ്ക്കുക കേട്ടോ. ഓക്കെ ഫൈൻ, അടച്ചു. അപ്പൊ നമ്മുടെ മീൻകുട്ടപ്പന്മാരെ അങ്ങനെ എണ്ണ കിടന്ന് മൂക്കുക. നിങ്ങൾ ഇത് വീട്ടിലെ കുമീനൊക്കെ, നാട്ടിൽ പിന്നെ മീനൊക്കെ വില കുറവല്ലേ, കുമീന് വിലയായിരിക്കും. അപ്പൊ നിങ്ങൾ മാച്ച് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക, വറുക്കുക, ശ്രമിക്കുക. ആണ്. അപ്പൊ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞതാണ് പ്രോഗ്രാം. ഇത് അവിയലാണ്, ഫൈനലി അവിയൽ. അടുത്തത് വാഴക്കൂമ്പ് തോരൻ. പയർ, നമ്മുടെ ചെറുപയറും വാഴക്കൂമ്പ് കൂടെ അരിഞ്ഞ് തോരൻ വെച്ചാണ്. അതും റെഡി. അവിയൽ റെഡി, മീൻകൂട്ടാൻ റെഡി, മോര് കറി റെഡി. ഉണ്ടോ? കാച്ചി മോര്. പിന്നെ അടുത്ത സ്റ്റെപ്പ് മീൻകുട്ടന്മാരെ അങ്ങനെ വറുത്തോണ്ടിരിക്കുക. അതിനൊക്കെ തിരിച്ചിടണം. നടക്കുക, മൂക്കട്ടെ. അപ്പം ഞാൻ കാണിച്ചല്ലോ, നല്ല മുളകിട്ട് കൂമീൻ കറി. ഒന്നാന്തര ടേസ്റ്റാണ് കേട്ടോ. നല്ല മണവും നല്ല ഉണ്ട്. കരിവേപ്പില ഇതും പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റും മണവും അങ്ങ് അടിപൊളി കേട്ടോ. അപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്നത് വളരെ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ഓൾ. ഗുഡ് ബൈ.